ഹലോ വെൽക്കം ടു അവർ വ്ളോഗ്. ഇതാ നമ്മുടെ ഗൗരിയുടെ ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞ് വ്ളോഗാട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ ഫാമിലിയിലത്തെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സന്തോഷം, ആ ഫംഗ്ഷൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ മൂന്നാമത്തെ ട്രിപ്പാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. കോപ്പിറൈറ്റ് എന്നും പറഞ്ഞ് വന്ന് കട്ട് ചെയ്ത് കളയായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് നമ്മുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണതാട്ടോ. അപ്പോൾ വേറൊന്നല്ല, നമ്മുടെ ബർത്ത്ഡേ ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലത്തെ വെച്ചിട്ട്. ഗൗരിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായില്ല. അത് കാരണം കൊണ്ട് ഒരു ചെറിയൊരു ബർത്ത്ഡേ ആണ്. പിന്നെ നമ്മുടെ വീട്ടുകാരും എല്ലാവരും ഒന്നും വിളിച്ചില്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുള്ളൊരു കുഞ്ഞൊരു പരിപാടി, അത്ര മാത്രം വിചാരിച്ചിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ ഒരു കൂടൽ, ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അതേ കണ്ണനാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ വെക്കേഷൻ ടൈമാണ്, അപ്പോൾ പിന്നെ ക്ലാസ് ഉണ്ടെന്നുള്ള പേടിയില്ലല്ലോ. രാത്രി വൈകി കിടന്നാലും മതി, നേരത്തെ കിടന്നുറങ്ങാനും പറയില്ല, അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. കളിക്കാൻ കുറേ അങ്ങനെ കണ്ണനും അച്ഛനൊക്കെ നല്ല ഹാപ്പി. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നു കേട്ടോ. വലിയ എന്താ പറയുക, വലിയ സ്റ്റേജ് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഫങ്ഷൻ. അപ്പോൾ ഒരു ചെറിയൊരു ഓപ്പൺ ആയിട്ടുള്ളത് ഇതുപോലൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്തത്. പിന്നെ ഫുഡ് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയുള്ള ഫുഡാണ്. പിന്നെ അങ്ങനെ പുറമേ നിന്ന് അങ്ങനെ ആരുമില്ല, നമ്മുടെ ബന്ധുക്കളിൽ തന്നെ കുറച്ച് പേരെ മാത്രം, അടുത്തുള്ളവർ മാത്രം വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ദൂരെ നിന്നൊന്നും വിളിച്ചിട്ടില്ല. കാരണം രാത്രിയാണ് ഫങ്ഷൻ, അപ്പോൾ വരാനും പോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാരണം കൊണ്ട് കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായി. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും വന്നു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം, എനിക്ക് ഓർമ്മ തന്നെയില്ല, ഞാൻ സ്കേർട്ടും ടോപ്പും കുഞ്ഞിലെങ്ങാണ്ട് ഇട്ടതാണ്, പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ എന്തൊരു ഫങ്ഷൻ വന്നാലും ഞാൻ എപ്പോഴും സാരിയാണ്. കുറേ നാളായിട്ട് എല്ലാ ഫങ്ഷനും സാരി തന്നെയാണ്. അപ്പോൾ സാരി എടുത്തും മടുത്തു. പിന്നെ ഈ പിള്ളേരെയും നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ സാരിയേക്കാളും സുഖം ഇതൊക്കെയാണല്ലോ എന്ന് വെച്ചിട്ട് ബോറാവോന്ന് അറിയില്ല. പിന്നെ കളർ മാച്ച് ചെയ്ത് കിട്ടിയപ്പോൾ ഒരു സ്കേർട്ടും ടോപ്പും എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഗൗരിയുടെ കേക്ക് ഇതായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ ആകെപ്പാടെ ഇതുപോലൊരു കേക്ക് കട്ടിങ്ങും ഫുഡും അങ്ങനെ ഒരു കുഞ്ഞൊരു ഫങ്ഷൻ മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാനിങ്. പക്ഷേ ഈ കേക്ക് കട്ട് ചെയ്യണ സമയത്തായിരുന്നു നമ്മുടെ കടയിലെ സ്റ്റാഫ്സൊക്കെ ആയിട്ട് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കുക പോലും ചെയ്തില്ല, ആ സമയത്തൊരു പാപ്പാനിയുടെ എൻട്രി ഉണ്ടായിരുന്നു. പിന്നൊക്കെ നമ്മൾ പ്രതീക്ഷ പോലെ അല്ലായിരുന്നു നടന്നത്. കാരണം നല്ല എന്താ പറയുക, ഭയങ്കര ഡാൻസും പാട്ടും പിന്നെ അതിൻ്റെ ഒപ്പം ഫയർ ഷൂട്ടും, ഇതൊക്കെ ഞാൻ അപ്പോൾ ആ സമയത്താട്ടോ കണ്ടത്. പാപ്പാനി വന്നപ്പോൾ ഞാൻ ഇത് എവിടെ നിന്നാണ് വന്നേന്നുള്ള ഒരു ചിന്തയായി പോയിട്ടു എനിക്ക്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഭയങ്കര സർപ്രൈസായിട്ട്, രാജേഷേട്ടന് അത്ര ക്ലിയർ ആയിട്ട് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്തൊക്കെ കണ്ട രാജേഷേട്ടൻ അറിഞ്ഞത്. പിന്നെ ഫയർ ഷൂട്ടൊക്കെ മുകളിൽ ഇതെന്താ മുകളിൽ എന്ന് വെച്ചാൽ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് പടക്കം പൊട്ടു, അങ്ങനെയുള്ളൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ പാപ്പാനി പിന്നെ എന്താ പറയുക, വന്ന എല്ലാവരും ഹാപ്പിയായി. കാരണം മൊത്തത്തിൽ ആകെ നല്ലൊരു വൈബായിപ്പോയി. കാരണം ആരും പ്രതീക്ഷിക്കാതെ വന്നവരും അതുപോലെ തന്നെ ഞങ്ങളും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ആ ഒരു സംഭവം. നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഫയർ ഷൂട്ടൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് ആൾക്കാരും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നല്ലോ ഫങ്ഷൻ. അങ്ങനെ പാപ്പാനി കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് വന്നിട്ട് പിന്നെ നമ്മുടെ കുട്ടീസിന് ഗിഫ്റ്റും മിഠായിയും ഒക്കെ കൊടുത്ത് നമ്മുടെ ഒരു കുഞ്ഞൊരു ആഘോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണതാട്ടോ.
ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് പാപ്പാനെയാണെന്നുണ്ടെങ്കിലും പിന്നെ അത് കുട്ടീസും പിന്നെ എല്ലാവരും വന്നവരും നമുക്ക് പുറമേ നിന്ന് വേറെ അങ്ങനെ അധികം അങ്ങനെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരുകൾ മാത്രം. അപ്പോൾ നമ്മളെന്തൊക്കെയോ നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഗൗരിയുടെ ബർത്ത്ഡേ ഇത്രയും ഒരു ഇതാവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. നമുക്കെല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. വന്നവരുടെ കോൺട്രിബ്യൂഷനും കടയിലെ സ്റ്റാഫ്സിൻ്റെ കാര്യം പറയാണ്ട് പറ്റില്ല. അവരായിരുന്നു മെയിൻ ഈ കാര്യത്തിലും എല്ലാത്തിലും. അങ്ങനത്തെ ഫുഡിങ്ങും കഴിഞ്ഞു. ഫുഡിങ് ആ സൈഡിലൂടെ ബുഫേ ആയിരുന്നതാണ്. ഫുഡിങ് അവിടെ നടക്കണു, നമ്മൾ നമ്മുടേതായ ആഘോഷം, അങ്ങനെ നല്ലൊരു രാത്രി. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ.